മലപ്പട്ടത്ത് ഗാന്ധി പ്രതിമ തകർത്തത് സംസ്ഥാന തലത്തിൽ തന്നെ രാഷ്ട്രീയ രംഗത്ത് വലിയ ചർച്ചയായിരുന്നു. ആരോപണ പ്രത്യാരോപണങ്ങളും നടന്നിരുന്നു. ആ മലപ്പട്ടത്ത് ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. കണ്ണൂർ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ നമ്മളോടൊപ്പമുണ്ട്. മലപ്പട്ടത്ത് ഗാന്ധി പ്രതിമ സ്ഥാപിക്കുകയാണ് കോൺഗ്രസ്. എന്താണ് അതിൻ്റെ സന്ദേശം? നമുക്കറിയാം, ഗാന്ധി പ്രതിമ തകർത്തതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ജീവിച്ചിരുന്ന ഗാന്ധിജിയെ വധിക്കാൻ RSSും BJPയും വധിച്ചപ്പോൾ ഇവിടെ പ്രതിമ തകർക്കുന്ന ഒരു സമീപനം CPM സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നിരന്തരമായി അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അടുവാപ്പുറം മാത്രമല്ല, കണ്ണൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൻ്റെ മുമ്പിലുണ്ടായിരുന്ന അതിമനോഹരമായ വലിയ ഗാന്ധിജിയുടെ പ്രതിമയാണ് അവർ കഴുത്ത് അറുത്ത് കൊണ്ട് ചെയ്തത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ജീവിച്ചിരുന്ന ഗാന്ധിജിയെ വധിച്ചതുപോലെ തന്നെ CPM പ്രതിമ കഴുത്തറത്ത് ഗാന്ധിജിയെ പ്രതിമ തകർത്തിരിക്കുന്നു. അപ്പോൾ CPM നിരന്തരമായി പല ഓഫീസുകളിലും തകർക്കുമ്പോൾ അവരാദ്യം ചെയ്യുന്നത് ഓഫീസ് തകർക്കുന്നതോടൊപ്പം തന്നെ ഗാന്ധിജിയുടെ ഫോട്ടോയോ ഫ്രെയിം ചെയ്ത അവിടെയുള്ള പ്രതിമകളൊക്കെ എടുത്ത് ഫോട്ടോ എല്ലാം എടുത്ത് വലിച്ചിട്ട് ചവിട്ടി ഉടയ്ക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്തോ ഒരു ഗാന്ധി, അതായത് രണ്ട് പാർട്ടിയും CPMഉം BJPയും ഒരേ ലൈന് സ്വീകരിക്കുകയാണ്. ഇപ്പോൾ നെഹ്റു യുവകേന്ദ്രയുടെ പേര് മാറ്റുന്നു, വേറെ പേര് കൊണ്ടിരുന്നു. അതുപോലെ തന്നെ മറ്റ് ഗാന്ധിജിയുടെ നാമധേയത്തിലുള്ള ഇതൊക്കെ മാറ്റുന്നു. ഇന്ദിരാഗാന്ധിയുടെ എന്നിട്ട് BJPയുമായി ബന്ധപ്പെട്ട പേരുകൾ നേതാക്കന്മാരെ പേരുകൾ ഉപയോഗിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നവർ. അവരുടെ നാമധേയം കേൾക്കുമ്പോൾ എന്താണ് CPMനും BJPക്കും ഹാലിളകിയാണ്. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ മലപ്പട്ടത്ത് ടൗണിൽ തന്നെ ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് അന്ന് 3 മണിക്ക് മലപ്പട്ടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ 6-ാം തീയതി 3 മണിക്ക് വെള്ളിയാഴ്ച 3 മണിക്ക് മലപ്പട്ടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും നമ്മൾ അവിടെ നിന്നും നമ്മൾ യാത്ര ആരംഭിക്കാം. ഗാന്ധി യാത്രയാണ് അതിൻ്റെ പേര്, ഗാന്ധി യാത്ര. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഗാന്ധി യാത്ര അവിടെ നിന്ന് ആരംഭിച്ച് നമ്മൾ മലപ്പട്ടം ടൗണ്, മലപ്പട്ടം ഹൃദയഭാഗത്ത് തന്നെ അതിൻ്റെ ഒരുക്കങ്ങൾ ഇന്നലെ മുതൽ തുടങ്ങി അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു 5-4:30 നമ്മളവിടെ ഗാന്ധി പ്രതിമ സ്ഥാപിക്കും. ബഹുമാന്യായ KPCC പ്രസിഡന്റ് ആണ് ഗാന്ധി പ്രതിമ സ്ഥാപിക്കുന്നത്. ബഹുമാന്യരായ മറ്റ് വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ടുള്ള ശ്രീ PC വിഷ്ണുനാഥ്, ശ്രീ ഷാഫി പറമ്പിൽ, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാക്കുട്ടം ഉൾപ്പെടെയുള്ളവർ, മറ്റ് നേതാക്കന്മാരൊക്കെ അതിൻ്റെ സാന്നിധ്യം ഉണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട്. നിലമ്പൂർ ഇലക്ഷനാണ്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിരക്കുകളുണ്ട് എങ്കിൽ കൂടി അവരുടെ വരാമെന്ന് അവരും അറിയിച്ചിട്ടുണ്ട്. അത് അതിമനോഹരമായി നമ്മളതൊരു തുടക്കമാണ്. മലപ്പട്ടം ടൗണിൽ തന്നെ നമ്മൾ ഗാന്ധി പ്രതിമ വെച്ചുകൊണ്ട് മറ്റ് പ്രദേശങ്ങളിൽ, എല്ലാ മണ്ഡലങ്ങളിലും അതുപോലെ തന്നെ മറ്റ് ഗ്രാമങ്ങളിലും ഒക്കെ ഗാന്ധി പ്രതിമ സ്ഥാപിക്കാനുള്ള ഒരു സന്ദേശം കൂടി നമ്മൾ അതിനകത്ത് നൽകുകയാണ്. അടുക്കളയിൽ പോലും ഗാന്ധിയുടെ പ്രതിമ വെക്കാൻ വിടില്ല എന്നൊക്കെയാണ് ഭീഷണി. അതുതന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ പ്രദേശത്തും ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ടിട്ട് 1000 ഭവനങ്ങളിൽ നമ്മൾ ഗാന്ധി നെഹ്റുവും ഒന്നിച്ചുള്ള ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റ് എല്ലാ പ്രദേശങ്ങളിലും ഗാന്ധി പ്രതിമ. അത് കാരണം ഇന്ന് കുട്ടികളെയും ചെറുപ്പക്കാരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ അത് മാറ്റിമറിക്കപ്പെടുകയാണ്. കാരണം എന്താണ് നമ്മുടെ രാജ്യത്ത് നടന്ന യാഥാർത്ഥ്യം എന്താണ് എന്ന് അറിയിക്കാതെ അതിനെ തിരസ്കരിക്കുന്ന ഒരു സമീപനം BJP ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പിന്നാലെ തന്നെ പോകുന്ന ഒരു സമീപനം CPMൻ്റെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് അദ്ദേഹത്തിൻ്റെ മകളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ആ നിലപാടിൻ്റെ ഭാഗമായി BJPയുടെ പിന്നാലെ പോകുന്ന 2 കൂട്ടരും ഒരേപോലെയുള്ള സമീപനം എടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ പ്രകോപനം അവിടെ ഉണ്ടായാൽ എന്തായിരിക്കും സ്ഥിതി?
ഞങ്ങൾ ഇതിനകത്ത് പ്രകോപനം ഉണ്ടായാൽ ഞങ്ങൾ സമീപനത്തിലൂടെ വ്യക്താക്കളാണ്. പ്രകോപനം ഉണ്ടാക്കാൻ അതിനകത്ത് ശ്രമിച്ചാൽ അതിനെ ആ രീതിയിൽ എപ്പോഴാണ് എന്താണ് എന്നുള്ളത് ആ സമയത്തുള്ള ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഞങ്ങൾക്ക് മുൻകൂട്ടി ഒരു വിധിയുമില്ല. ഞങ്ങൾ അവിടെ സ്ഥാപിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ സ്ഥാപിക്കും. മലപ്പട്ടം ഒരു പാർട്ടി CPM ഗ്രാമം കൂടിയാണ്. അത് മലപ്പട്ടം CPM ഗ്രാമം ആണ്. മലപ്പട്ടത്ത് അവിടെ വെച്ചിട്ടാണ് നമ്മളുമായി അവിടെ സംഘടനമുണ്ടായത്. നിരവധി നേതാക്കന്മാർക്ക് അന്ന് അവിടെ പരിക്ക് പറ്റിയിട്ടുണ്ട്. അവിടെ തന്നെ അത് CPM സെൻറ്റർ എന്നുള്ളതൊന്നുമല്ല നമ്മളെ വിഷയം. നമ്മളെല്ലായിടത്തും സ്ഥാപിക്കും. അത് സെൻറ്ററായാൽ ഇന്ത്യ അടുത്ത് CPM സെൻറ്റർ ആയതുകൊണ്ട് സ്ഥാപിക്കാൻ പാടില്ല എന്നില്ലല്ലോ. CPM സെൻറ്ററിൽ സ്ഥാപിക്കും. കോൺഗ്രസ്സിന് എല്ലാവരുമുള്ള ആദിവാസി ഇവിടെ CPMന് വേണ്ടിയിട്ട് ഒരു സ്ഥലം എഴുതി കൊടുത്തിട്ടില്ല എവിടെയും. അപ്പം നമ്മളെല്ലായിടത്തും നമ്മൾ കൃത്യമായി നമ്മൾ സ്ഥാപിക്കും. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കൂടി നമ്മുടെ മുന്നിൽ വരികയാണ്. അപ്പോൾ CPMൻ്റെ പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയുന്ന നിരവധി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുണ്ട്, വാർഡുകളുണ്ട്. എല്ലായിടത്തും ഇത്തവണ മത്സരിക്കാനുള്ള തീരുമാനം തന്നെയാണോ കോൺഗ്രസ് എടുത്തിട്ടുള്ളത്? ഞങ്ങൾ എല്ലാ കാലത്തും എല്ലായിടത്തും മത്സരിക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പക്ഷേ ചില സ്ഥലങ്ങളിൽ നമുക്കറിയാൻ കഴിഞ്ഞ ആന്തൂരും മലപ്പട്ടം പോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഭീഷണികൾ വന്ന് അവരെ ആ രീതിയിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ആ രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ പിന്നീട് വന്ന് താമസിക്കണ്ടേ എന്നുള്ള ഒരു പ്രയാസം സ്ഥാനാർത്ഥികളാകുന്നവർക്ക് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അവരെ ആ രീതിയിലാണ് അവരെ ഭീഷണിപ്പെടുത്തുന്നത്. പക്ഷേ ഇത്തവണ എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ നിർത്താൻ വേണ്ടിയുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കിയെടുക്കും. എതിരില്ലാത്ത ഒരു ഡിവിഷനിലും ഒരു വാർഡിലും ആരും തിരഞ്ഞെടുക്കപ്പെടില്ല. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ശക്തമായ തീരുമാനം. അതിനുവേണ്ടിയുള്ള എല്ലാവിധ ഏർപ്പാടുകളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ കൂടി നമ്മളോടൊപ്പം ഉണ്ട്. വിജിൽ, നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ സ്ഥാപിച്ച പ്രതിമയാണ്, സ്തൂപമാണ് തകർത്തുകൊണ്ടുള്ള ഒരു കാര്യം മലപ്പട്ടത്ത് നടന്നത്. അതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് ആവിഷ്കരിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് അങ്ങോട്ട് എങ്ങനെയായിരിക്കും ഈ വിഷയം ടേക്കപ്പ് ചെയ്തത് യൂത്ത് കോൺഗ്രസ് ആണ്. നിങ്ങൾ പറഞ്ഞ പോലെ യൂത്ത് കോൺഗ്രസ് ആണ്. അതിന് പാർട്ടി 100% പിന്തുണ നൽകിയിട്ടുണ്ട്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് DCC മലപ്പട്ടം സെൻട്രൽ തന്നെ ഗാന്ധി സ്തൂപം സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനമെടുത്തത് എന്ന് പറയാനുള്ളത്. അവിടെ KPCC പ്രസിഡന്റ് മുതൽ താഴോട്ടുള്ള മുഴുവൻ നേതാക്കന്മാരും പൂർണ്ണ പിന്തുണ യൂത്ത് കോൺഗ്രസിന് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട്, ഗാന്ധി നിന്ദക്കെതിരെയുള്ള വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് പാർട്ടിയും യൂത്ത് കോൺഗ്രസ് അതിനൊപ്പം തന്നെയാണ് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 1000 ഗാന്ധി ഭവനങ്ങൾ ജില്ലയിൽ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. ഇപ്പോൾ KPCCയും DCCയും കൂടെ നേതൃത്വം നൽകിക്കൊണ്ട് ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിലൊക്കെ ഗാന്ധി സ്തൂപം സ്ഥാപിക്കുന്ന പരിപാടികളുമായി മുന്നോട്ട് പോകുന്നതും ആ ഒരു പിന്തുണയുടെ ഭാഗമായിട്ടാണ്. ഈ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. അടുക്കളയിൽ പോലും ഗാന്ധി പ്രതിമ വേണ്ട, ഗാന്ധി സ്തൂപം വേണ്ട എന്നുള്ള ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് നിങ്ങൾ. തീർച്ചയായും അടുക്കളയിൽ പോലും ഗാന്ധി സ്തൂപം പാടില്ല എന്നുള്ള മുദ്രാവാക്യം അവർ പറഞ്ഞ ആ വെല്ലുവിളിക്കെതിരെ ഞങ്ങൾ വെച്ച മുദ്രാവാക്യം ഗാന്ധി അടുക്കളയിലല്ല അരങ്ങത്താണ് എന്നുള്ള മുദ്രാവാക്യം വെച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് 1000 ഗാന്ധി ഭവനങ്ങൾ ജില്ലയിൽ പ്രഖ്യാപിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതുപോലെ ഗാന്ധിയുടെ സ്തൂപങ്ങൾ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ഈ വെല്ലുവിളി നടത്തിയത് എവിടെയാണോ അതേ സ്ഥലത്ത്, മലപ്പട്ടം സെൻട്രലിലാണ് അവർ വെല്ലുവിളിച്ചത്, അതേ സ്ഥലത്താണ് ഇപ്പോൾ DCC ഗാന്ധിയുടെ സ്തൂപം സ്ഥാപിക്കുന്നത്. അപ്പോൾ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് പാർട്ടിയും യൂത്ത് കോൺഗ്രസും തീരുമാനിച്ചിട്ടുള്ളത് എന്ന് തന്നെയല്ലേ മനസ്സിലാവുന്നത്. എന്തായാലും വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ, വിമർശനങ്ങളൊക്കെ തന്നെ ഉയർന്നിരുന്നു. CPM അവിടെ പൊതുയോഗങ്ങളൊക്കെ സംഘടിപ്പിച്ചിരുന്നു. മുഹമ്മദ് ബ്ലാത്തൂർ കൂടി നമ്മളോടൊപ്പമുണ്ട്. ഈ നിങ്ങളുടെ ആ പ്രദേശം എന്ന് പറയുന്നത്, അതായത് മലപ്പട്ടം, ആ പ്രദേശങ്ങളൊക്കെ CPMൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ്. ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ്. ഒരു സംഘർഷമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനമാണോ നടക്കുന്നത്? ഇങ്ങനെ സംഘർഷമുണ്ടാക്കി, ഭീതി ഉണ്ടാക്കി ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന സംശയമുണ്ടോ? തീർച്ചയായും CPM ലക്ഷ്യം വെക്കുന്നത് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരെ ഭീഷണിപ്പെടുത്തി അവരെ പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറ്റുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ അടുവാപ്പുറത്തുണ്ടായ സംഭവം എന്താണ്? അവിടെ ഒരു 2 മാസം മുമ്പ് സ്ഥാപിച്ച ഒരു കൊടിമരം, അത് ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും ഫോട്ടോ പതിച്ച സ്തൂപം ഉൾപ്പെടെയുള്ള കൊടിമരം യാതൊരു പ്രകോപനവുമില്ലാതെയാണ് തകർത്തത്. അത് തകർത്തതിൻ്റെ തുടർച്ചയായി നടന്ന പ്രതിഷേധ പ്രകടനം, ആ പ്രതിഷേധ പ്രകടനത്തിൽ ഞാൻ ഉൾപ്പെടെയുണ്ട്, ബ്ലോക്ക് പ്രസിഡന്റ് ശശിയേട്ടനുണ്ട്. ഞങ്ങളെല്ലാം പങ്കെടുത്ത പ്രതിഷേധ പ്രകടനത്തിലേക്ക് CPMൻ്റെ ക്രിമിനൽ സംഘം കടന്നു വന്ന് ആ പ്രതിഷേധ പ്രകടനത്തെ അറ്റാക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവിടെ മാന്യമായൊരു പ്രതിഷേധിക്കാനുള്ള സാഹചര്യം പോലും
CPM അനുവദിക്കില്ല എന്നുള്ളതാണ്. പിന്നീട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ജനാധിപത്യ പ്രതിരോധ മാർച്ച്, ആ അതിജീവന മാർച്ച്, ആ മാർച്ചിനെ മലപ്പട്ടത്ത് വെച്ച് ആക്രമിച്ചു. മലപ്പട്ടത്ത് വെച്ച് ആക്രമിക്കുമ്പോൾ എന്താണ് CPM ലക്ഷ്യം വെക്കുന്നത്? മലപ്പട്ടത്തേക്ക് ആരും വരേണ്ടതില്ല എന്നാണ്. മലപ്പട്ടത്തേക്ക് ആരും വരേണ്ടതില്ല എന്ന് പറഞ്ഞ് അവിടെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ തന്നെ അവിടെ പ്രസംഗിക്കുകയാണ്, ഇവിടെ ഒരാളുടെ അടുക്കളയിൽ പോലും ഞങ്ങൾ ഗാന്ധിയുടെ ഫോട്ടോ വെക്കാൻ സമ്മതിക്കില്ല എന്ന്. ആ വെല്ലുവിളിയാണ് കോൺഗ്രസ് ജില്ലയിൽ ഏറ്റെടുക്കുന്നത്. അത് ഇവിടെ DCC പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ എത്ര പ്രകോപനമുണ്ടാക്കിയാലും എത്ര ഭീഷണി ഉണ്ടായാലും ആ ഭീഷണിയെ അതിജീവിച്ചുകൊണ്ട് ജില്ലയിലെ കോൺഗ്രസ് മുന്നോട്ട് പോകും. എന്തായാലും ഇത് ഒരു വലിയ രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടാക്കുന്നത്. കാരണം നമുക്കറിയാം, മലപ്പട്ടം അതൊരു CPMൻ്റെ ശക്തി കേന്ദ്രമാണ്. അവിടെ കടന്നു ചെന്നുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ കോൺഗ്രസ് ആവിഷ്കരിച്ചിട്ടുള്ളത്. 6-ാം തീയതി അവിടെ ഗാന്ധി പ്രതിമ സ്ഥാപിക്കുകയാണ് കോൺഗ്രസ്. അടുക്കളയിൽ പോലും ഗാന്ധി പ്രതിമ വേണ്ട എന്ന CPM നേതാവിൻ്റെ ഭീഷണി വകവെക്കാതെയുള്ള ഒരു പ്രവർത്തനം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. DCC അതിന് നേതൃത്വം നൽകുന്നു. KPCCയുടെ പ്രസിഡന്റ് ഉൾപ്പെടെ മലപ്പട്ടത്തേക്ക് വീണ്ടും എത്തുകയാണ്. വീണ്ടും മലപ്പട്ടം രാഷ്ട്രീയ കേരളത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി മാറാൻ പോവുകയാണ്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.